അതാണ് ഇമാമിങ്ങൾ ചോദിക്കുന്നത്, യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതിഹി, നീ എത്ര കാലമാ നീ ഈ ശരീരത്തിന് ഖിദ്മത്ത് എടുത്ത് നടക്കുക? നീ എന്തിനാണോ മുടി ഇങ്ങനെ വെട്ടിയേക്കുന്നത്? എന്തിനാണോ മോളെ കോസ്മെറ്റിക്സ് ഇങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്? എന്തിനാ പൊന്നുമോളെ നിന്റെ മുഖം പുരുഷന്മാരെ കാണിക്കുന്നത്? എന്തിനാ പൊന്നുമോളെ നീ ഇടുങ്ങിയ വസ്ത്രം ധരിക്കുന്നത്? യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതിഹി, ഈ പണി മുഴുവനും എടുക്കുന്നത് നിന്റെ ശരീരത്തിനാണല്ലോ അല്ലേ? നീ ശരീരത്തിന്റെ അടിമയാണല്ലോ അല്ലേ? അബ്ദുൻ നഫ്സ്, പേര് അബ്ദുള്ളയാണെങ്കിലും ഒറിജിനൽ നിന്റെ പേര് അബ്ദുൻ നഫ്സ്. നിന്റെ ശരീരത്തിന് നീ ഖിദ്മത്ത് എടുക്കുന്നു, നിന്റെ ശരീരത്തിന്റെ അടിമയാണ്, നീ ശരീരത്തിന്റെ സെർവന്റ് ആണ്. എന്താ സുബഹി കളിക്കാത്തത്? കഴിയുന്നില്ല ഉസ്താദ്. എത്ര മണിക്കാ ഉറങ്ങിയത്? ലാസ്റ്റ് സീൻ ടുഡേ 12:46. എന്താ കാരണം? നിന്റെ ശരീരത്തിന്റെ അടിമയാണ് നീ. നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കാഷ്ടം, മൂത്രം, രക്തം, കഫം, ചലം. നീ ജനിക്കണതിന് മുമ്പ് എന്താ? ബീജത്തുള്ളിയാണ്. മരിച്ചു കഴിഞ്ഞാലോ ഡെഡ് ബോഡി ഏറ്റവും ദുർഗന്ധമുള്ള കുടലിന്റെ ഉടമയാണ്. ജീവിക്കുന്ന കാലത്തോ നേരത്തെ ഈ പറഞ്ഞ നജസുകളെല്ലാം കാട്ടമായിട്ട് കോരുന്ന പേർന്നയാളാണ്. നീ ശരീരത്തിന് എന്തിനാ മോനെ ഖിദ്മത്ത് എടുക്കുന്നത്? നീ അബ്ദുള്ളയാവൂ, അള്ളാന്റെ അടിമയാവൂ. നീ അബ്ദുൻ നഫ്സാവല്ലേ, നിന്റെ ശരീരത്തിന്റെ അടിമയാവല്ലേ. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ മരിച്ചിട്ട് മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് കുളിപ്പിക്കാൻ വന്ന നല്ല മനുഷ്യൻ ചോദിക്കുകയാണ്, ഇവ മുസ്ലിം തന്നെയാണോ? അവന്റെ മുടി കണ്ടിട്ട് 25 കൊല്ലം ഇവിടെ ജീവിച്ചിട്ട് നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ ഒരാൾ നോക്കിയിട്ട് ഇവ മുസ്ലിമാണെന്ന് ചോദിക്കേണ്ട ഗതികേട് വന്നാൽ കൂട്ടുകാരെ നമ്മളെക്കാൾ കഷ്ടമുള്ളത് വേറെ ആരുള്ളത്? അതാ ഇമാമികൾ ചോദിച്ചത്, യാ ഖാദിമൽ ജിസ്മി കം തസ്ആ ലി ഖിദ്മതി, നീ എത്ര കാലം മോനെ സുഖിക്കുക? എത്ര കാലം അടിച്ചു പൊളിക്കുക? ലൈഫ് ഫോർ എൻജോയ്, അടിച്ചു പൊളിക്കാനുള്ളതാണ് ജീവിതം എന്ന ലിബറൽ സിദ്ധാന്തത്തിലേക്ക് നീ എത്ര കാലം പോകും?